ഇനി കാണാൻ പോകുന്നത് ഇങ്ങനെ ഇരുന്ന ഞാൻ എങ്ങനെയാണ് ഒരു മാസം കൊണ്ട് 5 കിലോ കുറച്ചെന്നുള്ള സ്റ്റോറിയാണ്. സോ ബിഫോർ ആൻഡ് ആഫ്റ്റർ. ആക്ച്വലി ഇതെന്റെ റിയൽ ലൈഫ് സ്റ്റോറിയാണ് കേട്ടോ. പെട്ടെന്നുള്ള വെയിറ്റ് ഗെയിനും ഹോർമോണൽ ചേഞ്ചസും കാരണം ഞാൻ ആകെ ഡൗൺ ആയിരുന്നു. വെറുതെ ഇരിക്കുക, എപ്പോഴും ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കുക, അക്കാഡമിക്സ് ആൻഡ് കരിയർ വൈസ് നോക്കിയാലും സോഷ്യൽ മീഡിയ ലൈഫ് നോക്കിയാലും ഞാൻ വളരെ വളരെ ഡൗൺ ആയിരുന്നു. പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് എടുക്കാത്തത് കൊണ്ട് തന്നെ പാസ്റ്റ് 1 ഇയർ ആയിട്ട് ഞാൻ കണ്ടിന്യൂസ് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഷൂട്ട്സിനൊക്കെ പോകുമ്പോൾ എന്റെ തടി എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായി തുടങ്ങി. കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത എന്റെ ക്രേവിങ്സിനെ കൺട്രോൾ ചെയ്യാൻ പഠിപ്പിച്ചത് നാപ്ഫിറ്റ് ആണ് കേട്ടോ. ചേഞ്ചസ് കണ്ടു തുടങ്ങുമ്പോഴാണല്ലോ നമ്മൾ കുറച്ചുകൂടെ മോട്ടിവേറ്റഡ് ആവുന്നത്. അങ്ങനെ വളരെ കുറഞ്ഞ ടൈമിൽ എന്റെ ബോഡിയിൽ ചേഞ്ചസ് കണ്ടു തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ ഈ ഡയറ്റിൽ ശരിക്കും പറഞ്ഞ അഡിക്റ്റഡ് ആയി. ഫുഡ് പ്രോപ്പർ ആയിട്ട് ട്രാക്ക് ചെയ്യാനും അതേപോലെ തന്നെ വാട്ടർ ഇൻടേക്ക് ഒക്കെ വളരെ കറക്റ്റ് റുട്ടീനിലോട്ട് മാറി. എല്ലാം അപ്ഡേറ്റ് ചെയ്യാനും ഫുഡിന്റെ ഫോട്ടോസ് അയക്കാനും ഒക്കെ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ആയി. സോ ഡയറ്റ് കൂടാണ്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്ന എക്സസൈസും വളരെയധികം വർക്കിംഗ് ആണ്. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ക്രേവിങ്സ് കൺട്രോൾ ചെയ്യാനും അതേപോലെ തന്നെ തടി ഉള്ളതുകൊണ്ട് വർക്ക്ഔട്ട് ചെയ്യാനും.